ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു കാര്യം എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കാം, ഒരു പക്ഷേ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റിവ്യൂ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ നെവിനും അതുപോലെ തന്നെ ക്യാപ്റ്റനായിട്ടുള്ള നെവിനും അതുപോലെ തന്നെ നമ്മുടെ അനുമോൾക്കും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആംഗ്യ ഭാഷയിൽ മാത്രമേ ഇവർ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് നമ്മുടെ അപ്പാനി ശരത്താണെങ്കിൽ നല്ല രീതിയിൽ അനുമോളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പാനി ശരത്തും അക്ബറും അതുപോലെ തന്നെ ഷാനവാസും കൂടി ചേർന്ന് അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വളരെ ഫണ്ണായിട്ട് വളരെ രസകരമായിട്ട് അവർ പ്രത്യേകിച്ച് ഒന്നും മനസ്സിൽ കരുതിയിട്ടില്ല, ഒരു രസം അത്രേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളിക്കാരത്തി ഏത് നേരവും ഇപ്പോൾ രജിത് കുമാർ സാർ കളിക്കുകയാണ്. നമുക്കറിയാം രജിത്ത് സാറിന് പണ്ട് ചിന്നു എന്ന് പറയുന്ന ഒരു പാവ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ. അപ്പോൾ അദ്ദേഹം എവിടെ പോയാലും അതിനെ ഇങ്ങനെ കയ്യിൽ കൊണ്ടു കിടക്കും. അദ്ദേഹം കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് വെക്കും ആ ഒരു പാവയെ. അദ്ദേഹം ആ പാവയെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നതല്ല, അവിടെ ബിഗ് ബോസ് തന്നെ കൊടുത്തിട്ടുള്ള ഒരു പാവയായിരുന്നു. അപ്പോൾ ആ ഒരു സീസണിൽ ആ ഒരു പാവയ്ക്ക് അത്രയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ രജിത്ത് സാറ് ഒറ്റയ്ക്കായിരുന്നു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കൂടി അദ്ദേഹത്തെ കോർണർ ചെയ്യുകയായിരുന്നു. പക്ഷേ അനുമോള് ആ ഒരു ട്രാക്ക് പിടിച്ചുകൊണ്ടായിരിക്കണം വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഈ ഒരു പാവയൊക്കെ തയ്യാറെടുത്തുകൊണ്ടാണ് പുള്ളിക്കാരത്തി കൊണ്ടുവന്നത്. ആദ്യ സമയത്തൊന്നും ആ ഒരു പാവ പുള്ളിക്കാരത്തിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യ സമയത്തൊന്നും ബിഗ് ബോസ് ഇവർക്കാർക്കും വസ്ത്രങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാവയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അനുമോളുടെ കയ്യിൽ ഈ പാവ എപ്പോഴും ഉണ്ടാവും. അതായത് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിയുന്ന സമയത്തൊക്കെ, ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പാവയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തിയുടെ നടത്തുക. അത് കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് അരോചകമാണ് തോന്നുന്നത്. കാര്യം 10-32 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണിക്കുന്നത് പോലെ ഏത് നേരവും ഈ പാവയും എടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത അരോചകത്വം തോന്നും. കാരണം ഈ പുള്ളിക്കാരത്തിക്ക് എന്താ ബുദ്ധി ഉറച്ചില്ലേ എന്ന് തന്നെ തോന്നും. അപ്പോൾ പറഞ്ഞു വന്നത്, വളരെ ഫണ്ണായിട്ട് ഷാനവാസും ഈ അക്ബറും അപ്പാനിയും കൂടി ആ ഒരു പാവയെ തട്ടിയെടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അനുമോള് അവർക്ക് നേരെ നല്ല രീതിയിൽ അക്രമം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഷാനവാസിൻ്റെ കൈ മാന്തി പൊളിച്ചിട്ടുണ്ടായിരുന്നു അനുമോള്. അപ്പോൾ ഇത് ഷാനവാസിന് വളരെ വേദനയുണ്ടാക്കി. പുള്ളിക്കാരൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഷാനവാസിന് ദേഷ്യം ഉണ്ടായി. ഷാനവാസ് അനുമോളോട് പറഞ്ഞു, നിന്നോട് വളരെ തമാശയ്ക്ക് വളരെ ഫണ്ണായിട്ട് ചെയ്ത ഈ ഒരു കാര്യത്തിന് നീ എൻ്റെ കൈ അള്ളിക്കേറിയില്ലേ, ശരിക്കും നിൻ്റെ ഈ പാവ വച്ചുള്ള ഈ ഡ്രാമ ഇവിടെ നിർത്തിക്കൊള്ളണം. നീ ഈ പാവയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതും പാവയുടെ മേൽ കാണിക്കുന്നതും ഒക്കെ വെറുതെ കാണിക്കുന്ന പ്രഹസനങ്ങളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത് നീ വെറും നിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, ഡ്രാമയാണ് എന്ന് അക്ബർ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് തുറന്നടിക്കുകയാണ്. എന്നിട്ട് അക്ബർ അല്ല, നമ്മുടെ ഷാനവാസ്. എന്നിട്ട് ഷാനവാസ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വീട്ടിൽ ഞാൻ പലരെയും പിണക്കിയിട്ടുണ്ട്, പലരോടും വഴക്ക് വെച്ചിട്ടുണ്ട്, ഒക്കെ നിനക്ക് വേണ്ടിയിട്ടായിരുന്നു. നിന്നെ എല്ലാവരും കോർണർ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും നീ എന്താണ് ചെയ്തത്? ഞാൻ ഈ പാവയെ ഒന്ന് പിടിച്ചപ്പോഴത്തേക്ക് നീ എൻ്റെ കൈ മാന്തി പൊളിച്ചു. ശരിക്ക് പറയുകയാണെങ്കിൽ ഞാനത് വളരെ രസകരമായ രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും നീ എൻ്റെ കൈ മാന്തി പൊളിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ 10-32 വയസ്സായ നിനക്ക് നാണം ഇല്ലേ ഈ പാവയും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നതിനായിട്ട്? ഇത് വെറും ഡ്രാമയാണ് അനുമോളെ നീ കാണിക്കുന്നത്, ഇത് നീ നിർത്തിക്കോ എന്ന് വളരെ വളരെ പരുഷമായി തന്നെ ഷാനവാസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് വളരെ നന്നായി പോയി എന്നാണ് എനിക്കും തോന്നിയത്. കാരണം അനുമോൾ കുറച്ച് ഓവർ ആവുന്നുണ്ട്, പ്രത്യേകിച്ചും ആ ഒരു പാവയും കൊണ്ട് കാണിക്കുന്ന കൂത്തുകൾ കാണുമ്പോൾ. അതുപോലെ തന്നെ അനുമോൾ കിച്ചണിൽ കയറുന്ന സമയത്ത് അനുമോൾ ഭയങ്കര ഓവറാണ്. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അനുമോൾ ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ അനുമോൾ ഷാനവാസിൻ്റെ കൈ അള്ളിക്കീറിയത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഷാനവാസ് ആ ഫണ്ണായി ചെയ്ത ആ ഒരു കാര്യത്തിന് അനുമോൾ അങ്ങനെ റിയാക്ട് ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ആർക്കൊപ്പമാണ്? അനുമോൾക്കൊപ്പമാണോ, ഷാനവാസിനൊപ്പമാണോ, അപ്പാനിശരത്തിനൊപ്പമാണോ, അതോ അക്ബറിനൊപ്പമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ലൈവിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ ലൈവ് വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ